വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അശ്രദ്ധമായി വാഹനമോടിച്ച ഒരാളുടെ ജീവനെടുത്തതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. പ്രതിയായ ഷിജിൽ സംഭവം കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നു. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഈ പ്രതിയെ പിടികൂടുന്ന 1 വർഷത്തിന് ശേഷമാണ് ഇടിച്ചിട്ട കാർ തിരിച്ചറിഞ്ഞത്. 9 മാസത്തിന് ശേഷവും പ്രതി പിടിയിലായ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കുറ്റപത്രത്തിലുള്ളത്? പ്രതി പിടിയിലായതിനു പിന്നാലെ മറ്റ് നടപടിക്രമങ്ങൾ ഊർജിതമാക്കുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ അശ്രദ്ധമായി ഉണ്ടായ മരണത്തിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും വടകര പോലീസ് എടുത്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന വകുപ്പുകൾ, ഈ പ്രതിക്കെതിരെ, പ്രതിയായ ഷെജീലിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇപ്രകാരമാണ്: IPC 338, IPC 279, IPC 304A, ഒപ്പം IPC 201. അതിൽ ആദ്യത്തെ 3 വകുപ്പുകളും ഈ അശ്രദ്ധമായി വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. അശ്രദ്ധമായി വാഹനം ഓടിച്ച് മരണം സംഭവിച്ചതിലും ഒപ്പം തന്നെ റാഷ് ഡ്രൈവിംഗിന്റെ ഒക്കെ വകുപ്പുകളാണ്. ഒപ്പം തന്നെ IPC 201 അത് ഈ തെളിവ് നശിപ്പിച്ചതിനുള്ള വകുപ്പുകളാണ്. ഇത്രയും വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ഷെജീലിനെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വ്യാജരേഖ നിർമ്മിച്ച് ഇൻഷുറൻസ് തട്ടിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിലും ആ ഒരു കേസിലും നാദാപുരം പോലീസ് എടുത്ത കേസാണ്. അതിലും ഉടൻ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സുഹൈൽ, ശരി, അഭിജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.